എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നമുക്ക് ഈ നമ്മൾ വരുന്ന ഫിയറിനെ എങ്ങനെയാണ് നമുക്ക് അബ്സല്യൂട്ടായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ പലപ്പോഴും നമുക്കൊരു ഫിയർ ഒരു നിഴൽ പോലെ തന്നെ പല ആൾക്കാരുടെയും കൂടെ എപ്പോഴും ഉണ്ട്. പക്ഷെ നമുക്കിത് ഇന്നത്തെ ലൂസിഡ് ഡ്രീം എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മളെങ്ങനെയാണ് ഏത് ഭയവും നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കൊരു ഭയം പലപ്പോഴും ഒരു നിഴൽ പോലെയാണ്. ലൂസിഡ് ഡ്രീം എന്ന് പറഞ്ഞാൽ അതിലേക്ക് ശക്തമായ വെളിച്ചം നൽകുന്നതാണ്. പിന്നെ ശരിക്കും ഒരു ഭയത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാനൊരു സ്റ്റോറി പറയാം. നിങ്ങൾ കേട്ടിട്ടുള്ള സ്റ്റോറി ആയിരിക്കും. പിന്നെ ഒരിക്കലും ഒരു രാജ്യത്ത് ഒരു രാക്ഷസൻ വരുമായിരുന്നു. അവൻ മലമുകളിൽ നിന്നും അവൻ 8 അടി ഉയരമുണ്ട്. അപ്പോൾ തോളിലൊരു മഴുവൊക്കെ വെച്ചിട്ട് ചുമന്ന കണ്ണുകളും ചുമന്ന താടിയും ചുമന്ന രോമങ്ങളുള്ള തലയും ഒക്കെ ആയിട്ട് ഇവൻ വരും. ഇവരെല്ലാം അമാവാസി നാളിലിങ്ങനെ വന്നിട്ട് ഈ രാജകൊട്ടാരത്തിൻ്റെ ഗേറ്റിൽ വന്ന് 2 ചവിട്ട് ചവിട്ടും. എന്നിട്ട് ഇവനെ അലറി വിളിക്കും. അപ്പോൾ ഇടിമുഴക്കം പോലെയാണ് ഇവൻ്റെ സൗണ്ട് കേൾക്കുന്നത്. ആരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ യോദ്ധാവ് എന്ന് ചോദിക്കും. അപ്പോൾ ഇവൻ അവിടെ കിടന്ന് ശല്യം ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് പട്ടാളക്കാരിൽ ഒരാളെ ആരെങ്കിലും നറുക്കിട്ടിട്ട് ഇവനോട് മല്യുദ്ധത്തിന് വിടും. അപ്പോൾ അവന് മഴുവൊക്കെ താഴെ വെച്ചിട്ട് ഇവനെ ഇത് പൊക്കിയെടുത്തിട്ട് അവനെ പിരിച്ചൊടിച്ച് ഇട്ട് പോകും. അപ്പോൾ എല്ലാ അമാവാസി നാളിലും ഒരു പടൻ വെച്ച് രാജാവിന് നഷ്ടപ്പെടും. ഇയാളെ പേടി കാരണം പട്ടാളക്കാർ ഒരുപാട് പേര് ഒളിച്ചോടി പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു അന്യരാജ്യത്തു നിന്നൊരു രാജകുമാരൻ അവിടെ വിരുന്നിന് വന്നു. അപ്പോൾ അവിടെ വന്ന് ഇദ്ദേഹം താമസിക്കുകയാണ്. അപ്പോൾ അന്നാണ് ഇയാൾ ഈ പറഞ്ഞ രാക്ഷസൻ വന്ന് വലിയ ബഹളം ഉണ്ടാക്കുന്നത്. അപ്പോൾ രാജകുമാരൻ ചോദിച്ചു, എന്താ അവിടെ ബഹളം കെട്ടുന്നത് ചോദിച്ചാൽ പറഞ്ഞു, അയ്യോ അങ്ങോട്ട് നോക്കരുത്, അങ്ങോട്ട് പോകരുത്, അവൻ കൊല്ലും, അവനിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അവനെക്കുറിച്ച് അയ്യോ ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് രാജകുമാരൻ അയ്യോ പോകരുതെന്ന് പറഞ്ഞ് എല്ലാവരും പിടിച്ചു. രാജകുമാരൻ പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല. രാജകുമാരൻ അദ്ദേഹത്തിൻ്റെ വാളുമെടുത്ത് എളിയിൽ തൂക്കിയിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് നോക്കിയപ്പം ഇവനിങ്ങനെ നിന്ന് ഭയങ്കരമായിട്ട് അട്ടഹസിക്കുവാണ്. അപ്പോൾ രാജകുമാരൻ എന്തായാലും അയാൾക്ക് പേടിയെന്ന് പറയുന്ന അല്പം പോലും ഇല്ല. രാജകുമാരൻ ഏതായാലും കുറച്ചുകൂടെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ഇവന് കണ്ടത്രയും ഉയരമൊന്നുമില്ല, കുറച്ചുകൂടെ ഉയരം കുറവാണ്. അപ്പോൾ വീണ്ടും കുറച്ചുകൂടെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് ഇവന് 8 അടി ഉയരത്തിന് പകരം 4 അടി ഉയരമേ ഉള്ളൂ. വീണ്ടും രാജകുമാരൻ കുറച്ചുകൂടെ സ്റ്റെപ്പ് അടുത്ത് വെച്ച് വീണ്ടും ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ അത്രയും ഇല്ല, 3 അടി ഉയരമേ ഉള്ളൂ. അപ്പം തൊട്ടടുത്ത് ചെന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇവൻ്റെ ഈ അട്ടഹാസമൊക്കെ രാജകുമാരനൊരു കൗതുകം പോലെ തോന്നി. അപ്പം അവൻ്റെ അടുത്ത് ചോദിച്ചു, രാജകുമാരൻ ഈ രാക്ഷസൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് അതിൻ്റെ പേരെന്ന് ചോദിച്ചു. അപ്പം ഈ രാക്ഷസൻ പറഞ്ഞു, മൈ നെയിം ഈസ് ഫിയർ. അപ്പോൾ രാജകുമാരൻ ഈ വാൾ ഊരിയെടുത്തിട്ട് അവൻ്റെ ഹൃദയത്തിനകത്തോടെ കുത്തി ഇറക്കി. അവനിങ്ങനെ പെടഞ്ഞ് വീണ്ടും മരിക്കുകയാണ്. അപ്പം വീണ്ടും ചോദിച്ചു, എന്താണ് അതിൻ്റെ പേരെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും പറയാതെ അവൻ മരിച്ചു. അപ്പോൾ ഇതാണ്, അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു മെറ്റഫറാണ്. ഇവിടെ നമ്മൾ എന്താണോ ഭയപ്പെടുന്നതിനെ നമ്മൾ ഒരുപാട് അകന്ന് നിൽക്കുമ്പം മാറി നിൽക്കുമ്പോൾ അത് വലുതാവും. അതേസമയം നമ്മളതിന് നേരിട്ട് ചെല്ലുമ്പോഴത്തേക്കും അപ്പം നമുക്ക് ഈ നമ്മൾ അടുത്തടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇത് ചെറുതായി വരും. ഡ്രീമിൽ നമ്മൾ റിഹേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഭയവും ചെറുതായിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇൻ്റർവ്യൂവിന് വളരെ പേടിയുള്ളതാണ്. അപ്പം അങ്ങനെ പേടിക്കുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ നമുക്ക് ആ ഇൻ്റർവ്യൂവിനെ നമ്മളതൊന്ന് മനസ്സുകൊണ്ട് പരിശീലിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു പേടിയും ഒരു പ്രയാസവും നമുക്ക് തോന്നത്തില്ല. അപ്പം ഞാൻ UPSCയിലൊക്കെ ഇൻ്റർവ്യൂവിന് പോയ സമയം ഞാനിപ്പോഴും പെട്ടെന്ന് മനസ്സിൽ വരുവാണ്. അപ്പോൾ ഒരുപാട് റിഹേഴ്സ് ചെയ്തിട്ട് പോയതുകൊണ്ട് ശകലം പോലും ചെറിയ പേടി പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ റിഹേഴ്സ് ചെയ്യാതെ പോയിരുന്നെങ്കിൽ, അപ്പോൾ ഇപ്പോഴത്തെ ഇതിനെ പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏതിനകത്തുള്ളൊരു ഇൻ്റർവ്യൂ ആണെങ്കിലും പ്രൈവറ്റ് ജോബോ വാട്ടെവർ TV ഇൻ്റർവ്യൂവോ വാട്ടെവർ കൈൻഡ് ഓഫ് ഇൻ്റർവ്യൂ നമുക്കപ്പോൾ ഇത് നമ്മൾ ലൂസിഡ് ഡ്രീമിനകത്ത് വെച്ച് നമുക്ക് ഒരുപാട് പ്രാവശ്യം അത് റിഹേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏത് പേടിയും പോകും. അപ്പോൾ ഈ ഫെയിലിയർ എന്ന് പറയുന്നതിന് ഭയം ഒരു തീയാണ്. അപ്പോൾ നമ്മളത് ഡ്രീമിലിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ തീ എടുത്തിട്ട് ഇന്ധനമാക്കി ഉപയോഗിക്കുകയാണ്, ശക്തി വരുത്തുകയാണ് ചെയ്യുന്നത്. സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരുപാട് പേരുണ്ട്. അതൊരു ചങ്ങല പോലെ നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് പേരോട് സംസാരിക്കാൻ പേടിയുള്ള, ലോകത്തിലെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് ഗ്രൂപ്പിനോട് സംസാരിക്കാനുള്ളതാണ്. അപ്പോൾ ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ചങ്ങലയെ പൊട്ടിച്ച് കളയുന്നതാണ്. അപ്പോൾ നമുക്കൊരു
ഈ നൈറ്റ് മെയർസ് എന്ന് പറയുന്നപ്പോൾ ഒരു ഇരുളുമയുള്ള കുഴിയാണ്, അവിടെ ഇരുട്ടാണ്. ഇപ്പോൾ നമ്മൾ ലൂസിഡ് ഡ്രീം എന്ന് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചം അടിച്ചു കൊടുക്കുകയാണ്, പൂർണ്ണ വെളിച്ചത്തിൽ നമ്മൾ കാണുകയാണ്. അപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കാം, വാട്ട് ഇഫ് ഐ ഫെയിൽ? അപ്പോൾ നമുക്കൊരു എന്താ വരാനുള്ളത്? ലൂസിഡ് ഡ്രീമിൽ വെച്ചിട്ട് നമ്മൾ പല പ്രാവശ്യം ഇത് ചെയ്ത് അപ്പോൾ അതിന് നമ്മളൊരു കാറ്റിൽ പറത്തി കളയുകയാണ്. അപ്പോൾ പബ്ലിക് സ്പീക്കിങ്ങിന് ഭയമുള്ള ഒരാൾ അനേകം പ്രാവശ്യം വീണ്ടും സംസാരിച്ച് ആരോടും പിന്നെ ആ ഒരു സംസാരിക്കാനുള്ള ടെൻഡൻസി നമുക്ക് വരുവാണ്. അപ്പോൾ റിസ്ക് നമ്മൾ എടുക്കുമ്പോൾ നമുക്കൊരു ഫിയർ വരാം, ഒരു ഫിയറിൻ്റെ തടാകം തന്നെ വരാം. പക്ഷേ നമ്മൾ ലൂസിഡ് ഡ്രീം എടുക്കുമ്പോഴത്തേക്ക് ആ തടാകത്തിൽ നമ്മൾ നീന്താൻ പഠിപ്പിക്കുന്ന ഗുരുവായി മാറുകയാണ്. അപ്പോൾ ഈ ന്യൂറോ സയൻസ് ആൻഡ് ബിഹേവിയറൽ റിവ്യൂസ് എന്ന് പറയുന്ന ജേണലിനകത്ത് സൈമൺ സിയോഡിറിയ 2025 എഴുതിയ ഒരു ആർട്ടിക്കിൾ, ക്ലിനിക്കൽ ആപ്ലിക്കേഷൻസിൽ ലൂസിഡ് ഡ്രീം ഉപയോഗിക്കുന്നത്. നമുക്ക് ലൂസിഡ് ഡ്രീമിനെ എപ്പോഴും നമ്മുടെ ബ്രെയിനിൽ ലിങ്ക് ചെയ്ത് നമുക്ക് ഡിപ്രഷൻസിൽ നിന്നെല്ലാം ഈസിയായിട്ട് പുറത്തു വരാം. അതിന് ഡിപ്രഷൻസ്, ആങ്സൈറ്റി, PTSD ആൻഡ് ഡിസസോസിയേഷൻ, ഇതിനൊക്കെ ആയിട്ടുള്ളൊരു ഭയങ്കര ഒരു പൊട്ടൻഷ്യൽ ട്രീറ്റ്മെൻറ്റായിട്ട് ഇതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ റിസർച്ചിനകത്ത് കണ്ടത്. പല ആൾക്കാർക്കും ഒരു അൺനോൺ ഭയം നിൽക്കുന്നുണ്ട്. ഭയം ഒരു അടഞ്ഞ കാട് പോലെ. ലൂസിഡ് ഡ്രീം എന്ന് പറഞ്ഞാൽ അതിലേക്കുള്ളൊരു വഴികാട്ടിയാണ്. ഇപ്പോൾ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്ന ഒരു പഴയ ഒരു മുറിവാണ് നമുക്ക്. ലൂസിഡ് ഡ്രീം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏത് മുറിവും ഉണക്കുന്ന ഒരു സ്പർശമാണ്, മാജിക്കൽ റെമഡിയാണ്. ഇവിടെ നമുക്ക് ഒരു ഡിസിഷൻ ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളൊരു ക്രോസ് റോഡിൽ നിൽക്കുകയാണെങ്കിൽ, അപ്പോൾ ലൂസിഡ് ഡ്രീം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിനൊരു ദിശാസൂചിയായി നമുക്ക് ആ കറക്റ്റ് വഴിക്ക് മാത്രം പോയാൽ മതി, കറക്റ്റ് നമുക്ക് ഗോൾ കിട്ടി. അപ്പോൾ റിജക്ഷൻ എപ്പോഴും നമുക്കൊരു വലിയ മതിൽ പോലാണ് നിൽക്കുന്നത്. അപ്പോൾ ലൂസിഡ് ഡ്രീം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ വ്യക്തമായൊരു വാതിൽ നമുക്ക് അവിടെ തുറന്നു കിട്ടും. മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യും എന്ന് പറയുന്ന ഒരു ഫിയർ, അതൊരു കണ്ണാടി പോലെയാണ്. ഒരു ഡ്രീം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണാടിയിൽ കാണിക്കുന്നത് ശക്തിയുടെ രൂപമായിരിക്കും, രൂപം ഉടനെ മാറുകയാണ്. ഡാർക്ക്നെസ്സിൻ്റെ ഫിയർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു രാത്രിയിലുള്ളതാണ്. പിന്നെ ലൂസിഡ് ഡ്രീം നമ്മൾ അത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരം വെളുത്തതിൻ്റെ പോലെയാണ്. നമുക്കപ്പോൾ രാത്രിയിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പകലും കാണുന്നുള്ളൂ. പകൽ വെളിച്ചമില്ല, രാത്രിയിൽ വെളിച്ചമില്ല, പകൽ വെളിച്ചമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വ്യക്തമായിട്ട് നമ്മളെ മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് രാത്രിയിലെ ഭയം ഇല്ലാതാകും. പിന്നെ ആക്സിഡൻറ്റ് നമുക്കൊരു ഭയത്തിൻ്റെ ഒരു ചുഴലി തന്നെയാണ്. അപ്പോൾ ലൂസിഡ് ഡ്രീമിൽ നമ്മൾ നിയന്ത്രിച്ച് പോയി ഇന്ന് പോയ കാര്യവും നാളത്തെ കാര്യവും അടുത്ത മാസത്തെ അടുത്ത വർഷത്തെയും 15 വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം കണ്ട് നമ്മൾ ലൂസിഡ് ഡ്രീമിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആങ്സൈറ്റി കംപ്ലീറ്റ് അങ്ങ് പോകും. പിന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഫിയർ വരാറുണ്ട്. ഒരു തണുത്ത മലയിലോ പോകുന്ന പോലെയാണ്, തണുത്ത ദൂരം ഒത്തിരിയുണ്ട്. അപ്പോൾ നമ്മൾ ലൂസിഡ് ഡ്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ചൂട് വന്നു, ഊഷ്മളത വന്നു, നമുക്കപ്പോൾ ഒരു സന്തോഷത്തിൻ്റെ ഇതാണ്. പിന്നെ നമുക്ക് ഈ അതോറിറ്റീസിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കുള്ള ഫിയർ ഒരു ഉയർന്ന പർവ്വതം നമ്മൾ കാണുന്ന പോലെയാണ്. അപ്പം അതങ്ങനെ പോയി ലൂസിഡ് ഡ്രീം എന്ന് പറയുമ്പോൾ നമ്മളത് ആ പർവ്വതങ്ങളെ നമ്മൾ കീഴടക്കി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരിതാണ്. ഇനി നമുക്ക് ഈ ചേഞ്ചും വരുന്നതിനോട് ഭയങ്കര ഫിയറുള്ള ആൾക്കാരുണ്ട്. ഫിയർ പലപ്പോഴും ഒരു കടലാണ്. പക്ഷേ നമ്മൾ ലൂസിഡ് ഡ്രീം എന്ന് പറയുമ്പോൾ അതിൽ കടലിൽ കിടന്ന് നീന്തുന്ന ധൈര്യമാണ് നമ്മളുടെ. അപ്പോൾ അങ്ങനെ നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കടൽ പിന്നെ ഒരു പ്രശ്നമല്ല. പിന്നെ ഈ നഷ്ടത്തിൻ്റെ ബിസിനസ്സൊക്കെ തുടങ്ങി നഷ്ടമായി പോകാനുള്ള അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ശൂന്യതയുടെ ഫിയറാണ്. കാരണം ആവശ്യമുള്ള അറിവോ സ്കില്ലോ നമുക്ക് കൃത്യമായിട്ടില്ല, വലിയ ഇൻഫോംഡ് അല്ല. നമ്മൾ ലൂസിഡ് ഡ്രീം ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന് നമുക്ക് അർത്ഥം അങ്ങോട്ട് നിറയുവാണ്. അതേപോലെ തന്നെ നമ്മൾ ഹെൽത്തിനകത്തുണ്ടാകുന്ന ആങ്സൈറ്റി, നാളെ എന്താകും, ലൂസിഡ് ഡ്രീം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കതിനെ ശാന്തമാക്കുന്ന സംഗീതം പോലാണ്. ഡെത്തിൻ്റെ ഫിയർ, ഞാൻ മരിക്കുമോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ തൊട്ടടുത്ത ഒരടഞ്ഞ വാതിലാണത്.
ലൂസിഡ് ഡ്രീം നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ വെളിച്ചം പറന്നു, നമ്മുടെ ഭയം കംപ്ലീറ്റ്ലി പോയി. ലോൺലിനെസ് പലപ്പോഴും കാണുന്നത് നമ്മളൊരു മരുഭൂമി പോലെയാണ്, ഒട്ടും വെള്ളമില്ലാത്ത ഭയങ്കര ചൂട് കൂടിയൊരു മരുഭൂമി പോലെയാണ്. പക്ഷേ ലൂസിഡ് ഡ്രീം വന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഒയാസിസ് തന്നെയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫെയിലിയർ, പരാജയത്തിൻ്റെ ഫിയർ വന്നു കഴിഞ്ഞാൽ നമ്മളെ ആവർത്തിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിഴൽ പോലെയാണ്. നമുക്കൊരു ലൂസിഡ് ഡ്രീം വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ആ നിഴലിനെ മാറ്റിക്കളയുന്ന ഒരു സൂര്യോദയമാണ് വരുന്നത്, ശക്തമായ പ്രകാശമാണ്. ബിസിനസ്സിൽ വരുന്നൊരു ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ചതുരംഗം കളി പോലെയാണ്. അപ്പോൾ ലൂസിഡ് ഡ്രീം നമ്മൾ ചെയ്യുമ്പോൾ ഒരു ചതുരംഗത്തിലെ കളി പരിശീലിക്കുന്നത് പോലെ നമ്മൾ അതിലിട്ട് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുകയാണ്. നമ്മൾ ഏറ്റുമുട്ടൽ, ഒരു കൺഫ്രണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തണുത്ത ശബ്ദം പോലെയാണ്. അപ്പോൾ ലൂസിഡ് ഡ്രീം ചെയ്ത് കഴിയുമ്പോൾ അതിനെ ശക്തമായ സൗണ്ടാക്കി മാറ്റും. നമുക്ക് ലവ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഭയം, ഒരു തണുത്ത ഹൃദയമാണ്. അപ്പോൾ ലൂസിഡ് ഡ്രീം എന്ന് പറയുമ്പോൾ അതിൻ്റെ തുറന്ന താക്കോലാണ്, അതിനെ തുറക്കുന്ന താക്കോലാണ്. ഇല്ലെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു അജ്ഞാത സ്ഥലത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഒരു അജ്ഞാത പാതയാണ്. അപ്പോൾ ലൂസിഡ് ഡ്രീം എന്ന് പറയുമ്പോൾ അതിൽ സുരക്ഷിതമായൊരു പാതയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു ഹയർ ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹൈറ്റിനോടുള്ള ഫിയർ, എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഹൈറ്റിനോടുള്ള ഫിയർ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഒരുപാട് ഉയരത്തെ മരത്തിൻ്റെ മുകളിൽ, കെട്ടിടങ്ങളുടെ ഒത്തിരി മുകളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ കാലിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ഒരു ഇതായിട്ട് തോന്നും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ 13,000 അടി ഉയരത്തിൽ പോയിട്ട് അതിൽ നിന്ന് എയർ ജമ്പ് ചെയ്ത് കഴിഞ്ഞോടുകൂടി എനിക്ക് ആ ഫിയർ എല്ലാം പോയി. എപ്പോൾ വേണേലും വീണ്ടും ചാടാനുള്ളൊരു ടെൻഡൻസിയിൽ ഇപ്പം നിൽക്കുകയാണ്. വെള്ളത്തെ ഫിയർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആഴം ഒക്കെ നമ്മൾ ഫിയർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ലൂസിഡ് ഡ്രീം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തളരാതെ ഒഴുകുന്ന ഒരാത്മവിശ്വാസം നമുക്കതിൽ നീന്തി കുളിക്കാനായിട്ടുള്ള. സത്യം പറയാനുള്ള ഭയമുണ്ട് ചില ആൾക്കാർക്ക്, കെട്ടിവെച്ചേക്കുന്ന നാവ് പോലെയാണ്. നമ്മൾ ലൂസിഡ് ഡ്രീം എന്ന് പറയുമ്പോൾ എന്തും തുറന്നു പറയുന്ന നമ്മുടെ ഒരു കോൺഫിഡൻസ് ഉള്ള ശബ്ദമാണ്. ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഭാരമുള്ള ചുമടായിട്ടാണ്. പക്ഷേ നമ്മൾ ലൂസിഡ് ഡ്രീം ഉപയോഗിച്ച് ഒരുപാട് പ്രാവശ്യം അത് ചെയ്ത് കഴിയുമ്പോൾ അത് നമുക്ക് ഒരു കയ്യിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നേ ഉള്ളെന്നുള്ളൊരു തോന്നലാണ്. എക്സാമിൻ്റെ ഒരു ഫിയർ ഇപ്പോൾ പലപ്പോഴും ഒരു അടഞ്ഞ പുസ്തകം പോലെയാണ്. നമ്മളതിനെ ഉപയോഗിച്ച് പ്രത്യേകിച്ച് നമ്മളൊരു മൈൻഡിലിട്ട് വീണ്ടും ചെയ്ത് നമ്മൾ അതിനോടുള്ള പേടി. അപ്പം എനിക്ക് തോന്നുന്നത്, ഞാൻ 10-30 വർഷത്തിൽ കൂടുതൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എക്സാം എഴുതിയിട്ടുള്ള ഒരാളായിരിക്കും. പല പോസ്റ്റ് ഗ്രാജുവേഷൻസിലൊക്കെ എഴുതി. അപ്പോൾ എക്സാമുകളൊന്നും നമുക്കൊരു പേടി, ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഓരോ എക്സാമും ഒരു ചെറിയ പേടി പോലും തരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ലൂസിഡ് ഡ്രീം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എഴുതാനുള്ള കാര്യങ്ങൾ തുറന്നു തരുന്ന പേജ് പോലെയാണ്. സെയിൽസിൽ നമുക്ക് റിജക്ഷൻ്റെ ഫിയർ ഉള്ള ഒരാൾ ഒരടഞ്ഞ വാതിൽ പോലെയാണ്. അപ്പോൾ ലൂസിഡ് ഡ്രീം നമുക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ആ വാതിൽ തുറന്നു കയറാനുള്ള ധൈര്യമാണ് നമുക്ക് കിട്ടുന്നത്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും നമുക്കൊരു ഫിയർ ഉണ്ട്, ഒരു പൂട്ടി വെച്ചിരിക്കുന്ന നീതി പോലെയാണ്. അപ്പോൾ ലൂസിഡ് ഡ്രീം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന് തുറക്കുന്ന ചാവിയായിട്ട് നമ്മൾ നടക്കുന്ന പോലെയാണ്. ക്രിറ്റിസിസം കേൾക്കുമ്പോൾ അപ്പം ഒരു കുത്തുന്ന കാറ്റ് വന്ന് ഇല്ല തീ പോലെ പൊള്ളുന്ന കാറ്റ് പോലെയാണ്. അപ്പം ലൂസിഡ് ഡ്രീം നമുക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഏത് ചൂടിനെയും അല്ലെ കാറ്റിനെയും നമുക്ക് താങ്ങാവുന്ന വൃക്ഷം പോലെയാണ്. ആ വൃക്ഷത്തിൻ്റെ തണലിലാണ് നമ്മൾ. ഈ അൺസർട്ടനിറ്റി എന്ന് പറയുന്ന ഒരു ഫിയർ നമുക്കെപ്പോഴും അതൊരു മൂടൽ മഞ്ഞ് പോലെയാണ്. അപ്പോൾ കാണാൻ പറ്റത്തില്ല, കംപ്ലീറ്റ്ലി ഫോഗിയാണ് സിറ്റുവേഷൻ. ലൂസിഡ് ഡ്രീം വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോടെ കറക്റ്റ് ദിശ കാണിച്ചു തരുന്ന, കൃത്യമായിട്ട് ദിശ കാണിച്ചു തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങോട്ട് പോകണമെന്നുള്ളത്. പാസ്റ്റ് മിസ്റ്റേക്കിനെ കുറിച്ചുള്ളൊരു ഭീതിയുള്ളവരുണ്ട്. പക്ഷേ അതൊരു നമുക്കൊരു നിഴൽ പിടിച്ചൊരു പാത പോലെയാണ്. ലൂസിഡ് ഡ്രീം നമ്മൾ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ശക്തമായ വഴിത്തിരിവാണ്, വ്യക്തമായി നമുക്ക് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം. സെൽഫ് ഡൗട്ട് എന്ന് പറയുമ്പോൾ ഒരു പൊട്ടിയ കണ്ണാടി പോലെയാണ്. അപ്പോൾ ലൂസിഡ് ഡ്രീമിനെ നമ്മളപ്പോൾ അതിനെപ്പോഴും ഒരു പുനർജീവിപ്പിക്കുന്ന, അതിനെ പുനർനിർമ്മിക്കുന്ന ഒരു രൂപമായിട്ടാണ്. ഈ ആക്ഷന് ഒരു ഫിയറുണ്ട്, ഒരടഞ്ഞ ഗേറ്റ് പോലെയാണ്. അപ്പോൾ ആക്ഷൻ ക്യൂയേഴ്സ് ഫിയർ എന്നാണ് പറയുക, എന്ത് ആക്ഷൻ എടുത്തു കഴിയുമ്പോൾ. അപ്പം ലൂസിഡ് ഡ്രീം അതിലേക്ക് തുറക്കുന്ന ആദ്യത്തെ വാതിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭയത്തെ നമുക്ക് മെരുക്കാനായിട്ട്, ഏത് ഭയത്തെയും
നമുക്ക് മെരുക്കാനായിട്ട് പറ്റിയ എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയ മഹാശക്തിയാണ് നമ്മുടെ ഈ ഒരു ലൂസിഡ് ഡ്രീം എന്ന് പറയുന്നത്. അത് എല്ലാ ദിവസവും രാവിലെ 6:30-ക്കാണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് പരിശീലിച്ച് ബാക്കിയുള്ള ലേണിങ്ങിനകത്താണ് ഇതിൻ്റെ ഒരുപാട് ടെക്നിക്സൊക്കെ കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു കിട്ടാനായിട്ട് പറ്റും. അതൊക്കെ ഒത്തിരിയുണ്ട്, കുറേ ദിവസങ്ങൾ തന്നെ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ നിങ്ങൾക്കൊരു 30 ദിവസം കൊണ്ട് നിങ്ങളൊരു ലൂസിഡ് ഡ്രീം എക്സ്പെർട്ടായി ജീവിതം മുഴുവൻ എൻജോയ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോട്ടെ ഞാൻ ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.